നമസ്കാരം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് വെജ് ബർഗറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വന്നിട്ട് ബർഗറിൻ്റെ ബന്നാണ്. ബർഗറിൻ്റെ ബന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പോർഷനെ നമുക്കൊന്ന് ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മീഡിയമായിട്ട് ചൂടുള്ള പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ബർഗർ ബണ്ണിൻ്റെ ഉള്ളിലത്തെ പോർഷനെ ഇതുപോലെ ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് ക്യാബേജ് നീളനായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മയണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പിസ്സ മിക്സ് കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ഡോക്ടർ ഓട്ട്കറിൻ്റെ സാൻഡ്വിച്ച് സ്പ്രെഡാണ്. നിങ്ങൾക്ക് ഏത് സാൻഡ്വിച്ച് സ്പ്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ബർഗർ ബണ്ണിൻ്റെ ഒരു പോർഷനിൽ നമുക്ക് സാൻഡ്വിച്ച് സ്പ്രെഡിനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ക്യാബേജ് ഫില്ലിങ്ങിന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ ഒരു വെജിറ്റബിൾ കട്ട്ലറ്റ് വയ്ക്കാം. എന്നിട്ട് ചീസ് സ്ലൈസ് കട്ട്ലറ്റിന് മേലെ വയ്ക്കാം. പിന്നെ ക്യാപ്സിക്കമിനെ നീളനായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് പീസസ് വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം വെച്ചതിന് ശേഷം 2 സ്ലൈസ് തക്കാളിയും പിന്നെ കുറച്ച് ഓണിയൻ റിങ്സും. ബർഗർ ബണ്ണിൻ്റെ മറ്റേ പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇതിന് മേലെ ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്ത് ഉള്ളിലത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇൻടാക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് വെജ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വന്നിട്ട് ഒരു ക്വിക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈവനിങ് ഡിന്നറായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം പുറത്ത് നിന്ന് ബർഗർ മേടിക്കണം എന്ന് നമുക്ക് തോന്നില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. താങ്ക് യു.